ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ശ്യാമിനെ കാണുന്നതും, നിങ്ങളോ? എനിക്കറിയായിരുന്നു ശ്രുതി, നീ എന്നെ കാണാൻ ഇവിടെ എത്തുമെന്ന്. അപ്പം നിങ്ങളാണോ അത് എഴുതി വെച്ചത്? അതെ, നീ അത് വായിക്കുമെന്നും ഇങ്ങോട്ട് വരുമെന്നും എനിക്കറിയായിരുന്നു. നീ എന്താ കരുതിയത് മറ്റാരെങ്കിലും ആണെന്നോ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി അങ്ങ് പോവാട്ടോ. ശ്രുതി, നിൽക്കവിടെ. ഇന്ന് നീ എനിക്ക് മുഖം തരാതെ പോകാൻ പറ്റില്ല. എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. വഴിമാറി, എനിക്ക് പോണം. ഇല്ല ശ്രുതി, ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് ഇന്ന് ഇവിടുന്ന് പോവൂ. ദേഷ്യം വന്ന് എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് തന്നെ കഴിയില്ല ശ്രുതി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാത്തെ? എന്നെ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നോ? പ്ലീസ് ശ്രുതി, എൻ്റെ ഇഷ്ടം ഒന്ന് മനസ്സിലാക്കുക. ഞാൻ വെറുതെ പറയല്ല ശ്രുതി. നിന്നെ കണ്ട അന്ന് മുതൽ എൻ്റെ മനസ്സിൽ വല്ലാണ്ടങ്ങ് നീ പതിഞ്ഞു പോയി. നിങ്ങളോട് ഞാൻ പറഞ്ഞോ എന്നെ ഇഷ്ടപ്പെടാൻ? നീ എത്രയൊക്കെ ആട്ടി അകറ്റിയിട്ടും എന്നെ വിടാതെ പോകുന്നത് എൻ്റെ ഇഷ്ടക്കൂടുതലാണെന്ന് നീ മനസ്സിലാക്കി ശ്രുതി. ഞാൻ വിവാഹിതനായതാണോ നിന്റെ പ്രശ്നം? നമ്മുടെ ഇടയിലുള്ള ആകെ ഒരു പ്രശ്നം അഞ്ജലി മാത്രമാണ്. നിന്നോടുള്ള ഇഷ്ടം കാരണമാണ് നിനക്ക് ഞാൻ ജോലി വാങ്ങി തന്നത്, നിന്റെ വീട്ടിൽ പെയിൻ ഗസ്റ്റായിട്ട് താമസിച്ചത്. എന്നിട്ട് ശ്യാം പെട്ടെന്ന് അങ്ങ് കെട്ടിപ്പിടിക്കണേ. ശ്രുതി, നിന്നോടുള്ള ഇഷ്ടം കാരണം നിനക്ക് ഓർമ്മയില്ലേ അന്ന് പാലക്കാട്ടിൽ നിന്ന് നിന്നെ രക്ഷിച്ചതും നിന്നെ കാണാൻ ഞാൻ അലഞ്ഞു നടന്നതും എന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങ് തള്ളിയിട്ട്, എനിക്കിതൊന്നും കേൾക്കണ്ട, നിങ്ങളോട് വഴി മാറാനാ പറഞ്ഞത്. തുടർന്ന് നമ്മുടെ അശ്വിൻ അഞ്ജലിയെ കാണാതെ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അഞ്ജലി ആണെങ്കിൽ ഒരാളോട് സംസാരിച്ച് നിൽക്കുന്നുണ്ട്. എന്താ ചേച്ചി, എന്താ കൈക്ക് പറ്റിയത്? അതൊന്നുമില്ല, ബാത്റൂമിലൊന്നും തെന്നി വീണാതാ. സൂക്ഷിക്കേണ്ട ചേച്ചി. ഹോസ്പിറ്റലിൽ പോയോ? ഓ, BP വേരിയേഷൻ വന്നതാണോ? ഏയ്, അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ എന്ന് പറയുമ്പോൾ അശ്വിൻ അഞ്ജലിയുടെ അടുത്ത് ചെന്നിട്ട്, ഇതെന്താ ചേച്ചി, ചേച്ചി ഗസ്റ്റുകളൊക്കെ സ്വീകരിക്കാൻ തുടങ്ങിയോ? പിന്നല്ലാതെ, ഞാനിങ്ങനെ അസുഖക്കാരിയെ പോലെ റൂമിൽ തന്നെ അടഞ്ഞിരിക്കണം എന്നാണോ നീയും പറയുന്നേ? അപ്പോൾ അശ്വിൻ കയ്യിലേക്ക് നോക്കുമ്പോൾ അവിടെ മുറി പറ്റിയ പാടുണ്ടാവും കേട്ടോ. ഇവിടുത്തെ കെട്ടൊക്കെ എവിടെ പോയി? അത് ഞാൻ ഊരിക്കളഞ്ഞു കുഞ്ഞാ, അതും കെട്ടിക്കൊണ്ട് നടക്കാൻ എനിക്ക് വയ്യ. ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? മുറി കെട്ടാതെ പിന്നെ വല്ല ഇൻഫെക്ഷനും ആവില്ലേ? അതൊക്കെ കെട്ടി ഞാൻ എങ്ങനെയാണ് ഗസ്റ്റുകളുടെ മുന്നിൽ പോകുന്നത്? ചേച്ചി അവിടെ ഇരിക്ക്, ഞാൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ശ്രുതി പ്ലീസ്, എൻ്റെ ഇഷ്ടം നീ ഒന്ന് മനസ്സിലാക്ക്. എന്താ നിൻ്റെ പ്രശ്നം? അഞ്ജലി എൻ്റെ ഭാര്യ ആയതാണോ? അഞ്ജലി എൻ്റെ ഭാര്യയാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എപ്പോഴേ നമ്മുടെ കല്യാണം നടന്നിരുന്നു. എൻ്റെ വീട്ടുകാർ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതല്ലേ. എല്ലാം എൻ്റെ നിർഭാഗ്യം, അല്ലാണ്ട് എന്ത് പറയാൻ. ശ്രുതി, നിന്നോടുള്ള ഇഷ്ടം എനിക്ക് ഇനി പിടിച്ചു നിർത്താൻ പറ്റില്ല. നീ ഇതൊന്ന് മനസ്സിലാക്ക്. നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഇനി ഇതിനെക്കുറിച്ച് ഒരക്ഷരം എന്നോട് മിണ്ടി പോരുത്. വിവാഹബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങളുടെ അഞ്ജലി മാഡം എന്ത് പാവാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്യാം മുഖം തിരിച്ചു കളയാട്ടോ. അഞ്ജലി മാഡം എന്തുമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ എന്ത് കള്ളത്തരം ചെയ്താലും കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അഞ്ജലി മാഡം നിങ്ങൾക്കൊരു ബാധ്യതയായതുകൊണ്ട് അവരെ നിങ്ങൾ ഒഴിവാക്കാണോ? ഇതൊക്കെ അഞ്ജലി മാഡം അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ഭൂമുഖത്ത് ബാക്കി വെച്ചേക്കില്ല എന്ന് പറയാട്ടോ. അതിനുശേഷം നമ്മുടെ അഞ്ജലിക്ക് കയ്യിലൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കണം കേട്ടോ അശ്വിൻ. അപ്പം അഞ്ജലി പറയുന്നുണ്ട്, കുട്ടിക്കാലത്തൊക്കെ ഞാനായിരുന്നു നിനക്ക് ഇങ്ങനെ കെട്ടിത്തരുന്നത്, ഇപ്പോൾ നീയും എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നെറ്റിയിൽ ഇളകിപ്പോയത് ഒട്ടിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി ഇത് ഇളക്കി കളയരുത് കേട്ടല്ലോ ചേച്ചി. ശരി കുഞ്ഞാ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ എണീറ്റ് പോകുമ്പോൾ, നീ ഇതെങ്ങോട്ടാ? ചേച്ചിയല്ലേ പറഞ്ഞത് മനസ്സ് പറയുന്ന പോലെ ജീവിക്കണമെന്ന്. ഞാൻ എൻ്റെ മനസ്സ് ഒരാളോട് തുറന്നു പറയാൻ പോവാ. നീ എന്താ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല ചേച്ചി, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. ശ്രുതി, നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. സ്വന്തം ജീവൻ നൽകി സ്നേഹിക്കുന്ന ഭാര്യയെ ഉപേക്ഷിക്കുന്ന നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ അളവൊക്കെ പറയാൻ എന്ത് യോഗ്യതയാടോ ഉള്ളത്? നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും വില അറിയില്ല. അഞ്ജലിമയുടെ ഇതറിഞ്ഞ ഈ ഭൂമുഖത്ത് കാണില്ല താൻ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വീണ്ടും കെട്ടിപ്പിടിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അശ്വിൻ ശ്രുതിയും തിരക്കി ടെറസിലേക്ക് വരുന്നത്. എന്നിട്ട് ശ്യാം ശ്രുതിയോട് പറയുന്നുണ്ട്, നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. എനിക്കറിയാം അഞ്ജലിയാണ് എന്നോട് അടുക്കുന്നതിൽ നിനക്കുള്ള തടസ്സമെന്ന്. അഞ്ജലി ഒഴിവാക്കാൻ നീ പറഞ്ഞാൽ മതി, ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഞാൻ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കും ശ്രുതി എന്ന് പറയുമ്പോൾ ആ സമയത്താണ് നമ്മുടെ അശ്വിൻ വാതിൽ തുറക്കുന്നത്. അശ്വിൻ കാണുന്നത് തന്നെ ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കേട്ടോ. അശ്വിൻ്റെ മുഖം അങ്ങ് വല്ലാണ്ടാവുകയാണേ. എന്നിട്ട് അശ്വിൻ കുറച്ചു നേരം നോക്കിയിട്ട് വാതിലടച്ച് പോവാട്ടോ.
എന്നിട്ട് ശ്രുതി വീടെന്നെ എന്ന് പറഞ്ഞിട്ട് ശ്യാമിനെ അങ്ങ് ഉന്തി മാറ്റാട്ടോ. ഇതും പറഞ്ഞ് വന്നാൽ ഞാനിവിടെ എല്ലാവരോടും എല്ലാ സത്യങ്ങളും പറയും. നിങ്ങൾ വിവാഹിതനാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയണ്ട. പക്ഷെ നിങ്ങളെ എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്. ഒരിക്കലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവാട്ടോ. അപ്പൊ ശ്യാമാണെങ്കിൽ പല്ലിങ്ങനെ കടിച്ചു തീർക്കുകയാണേ. തുടർന്ന് ശ്യാം വേഷമൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് അഞ്ജലി ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്യാമിൻ്റെ ഫോണിൽ അഞ്ജലിയുടെ പേര് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക കേട്ടോ. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാർത്ത കേൾക്കാൻ പോകുന്നു. അഞ്ജലിക്ക് അപകടം പറ്റിയിരിക്കുന്നു. ആരോ അഞ്ജലിയുടെ ഫോണിൽ നിന്ന് എന്നെ വിളിക്കുക എന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്യാമേട്ടാ നിങ്ങളിതെവിടെയാ എന്ന് ചോദിച്ചതും നമ്മുടെ ശ്യാം അങ്ങ് സ്റ്റക്കാവാണേ. എന്താ ശ്യാമേട്ട ഒന്നും മിണ്ടാത്തത്? അല്ല മോളു നീ എവിടെയാ? ഞാൻ ശ്യാമേട്ടൻ്റെ തൊട്ടടുത്തുണ്ട്. അടുത്തോ? എവിടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ മുകളിൽ എന്ന് പറയുമ്പോൾ ശ്യാം മുകളിലേക്ക് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അഞ്ജലി താഴോട്ട് ഇറങ്ങി വന്ന് ശ്യാമിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അപ്പൊ അപകടം നടന്നതൊക്കെ പറയുന്നുണ്ട്. എന്താ ശ്യാമേട്ട ഒന്നും മിണ്ടാത്തത്? എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അഞ്ജലി. ഏയ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എൻ്റെ രാജകുമാരി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം പ്രീതി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വരികയാണേ. അപ്പോൾ ശ്രുതിയുടെ മുഖം കണ്ടിട്ട് പ്രീതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, എന്താ നിന്റെ മുഖം വല്ലാതെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് എന്ത് പ്രശ്നം? ഒന്നുമില്ല ചേച്ചി, എനിക്കെന്ത് വല്ലാത്ത പോലെ. ശ്രുതി അതെന്ത് പറ്റി ചേച്ചി? മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ. എനിക്കിപ്പോൾ ആളെ കാണാൻ തോന്നുന്നു. ആരെ? ആകാശേട്ടനെയോ? എന്ന് പറയണേ. കുറച്ച് സമയം കൂടെ കാത്തു നിൽക്കുക ചേച്ചി, പിന്നെ ആകാശേട്ടനെ കാണാലോ എന്ന് പറയുമ്പോൾ പ്രീതി തലയാട്ടാണേ. അതിനുശേഷം ഞാനിപ്പോൾ വരാം, എനിക്ക് അശ്വൻ സാറിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവാട്ടോ.